السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നഈം വിഷൻ കുടുംബങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നിറവേറാൻ ആവശ്യമായ ഒരു രൂപമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും, ഹലാലായ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ ആവശ്യമായ ഒരു അമലാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച പകലിൻ്റെ മുമ്പുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച പകൽ എത്തുന്നതിന് മുമ്പുള്ള രാത്രി അല്ല, വെള്ളിയാഴ്ച പകൽ കഴിഞ്ഞു വരുന്ന രാത്രി അല്ല വെള്ളിയാഴ്ച രാവ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച രാവ് ഒരു ഫാത്തിഹ ഓതണം. വെള്ളിയാഴ്ച രാത്രിയിൽ എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച രാവ് നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്, ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് നമ്മളെന്ത് ചെയ്യുക? ഒരു ഫാത്തിഹ ഓതുമ്പോൾ പൂർണ്ണമായിട്ടങ്ങ് ഓതരുത്. ഒരു ഫാത്തിഹ ഓതുമ്പോൾ എങ്ങനെ ഓതണം ഞാൻ പറഞ്ഞുതരാം. എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നോട്ട് ചെയ്ത് വെക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു ദുആ പറയണം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുന്നതിന് മുമ്പായി ഞാൻ ഈ പറയുന്ന ദുആ ചൊല്ലണം. എന്താണ് ദുആ? അല്ലാഹുമ്മ ജ്മഅ ബൈനി വ ബൈന ഹാജതി കമാ ജമഅത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഫാത്തിഹ ഓതിയിട്ട് അവിടെ എത്തുമ്പോൾ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലേണ്ട ദുആ ഏതാണ്? അല്ലാഹുമ്മ ജ്മഅ ബൈനി. ഞാൻ നേരത്തെ പല ക്ലാസ്സിലും പറയാറുള്ളത് പോലെ ഇത് മനസ്സിലാകാത്തവർ വാട്സാപ്പിൽ അയച്ചു ചോദിച്ചാൽ മതി, അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കും. അല്ലാഹുമ്മ ജ്മഅ ബൈനി വ ബൈന ഹാജതി കമാ ജമഅത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ദുആ പറഞ്ഞിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ഓതും. ആദ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം, എന്ന ആയത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ദുആ ഇറക്കുക. ആ ദുആ ഒരു പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് ഓതണം. അത് ഓതിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇനി ഞാൻ പറയാൻ പോകുന്ന ദുആ ഇവിടെ മുതൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ആയത്ത് ഓതിയിട്ടും ഞാൻ ശേഷം പറയാൻ പോകുന്ന ദുആ ഓരോ പ്രാവശ്യം ചൊല്ലണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ എന്നിട്ടെല്ലാം ഓതി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ എന്താവശ്യമാണോ ഉള്ളത് ആവശ്യം അല്ലാഹുവോട് ചോദിക്കുക. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വെള്ളിയാഴ്ച രാത്രിയിൽ ഇശാ നിസ്കാരം എല്ലാം കഴിഞ്ഞ് മുസല്ലയിൽ ഇരുന്നു കൊണ്ട്, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിരുന്നാലും മതി കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉടനെ വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ രാത്രി ആയാലും വെള്ളിയാഴ്ച രാത്രിയിലായിരിക്കണം. വെള്ളിയാഴ്ച രാത്രി എന്ത് ചെയ്യുക? ഒരു ഫാത്തിഹ ഓതുക. അഊദു ബിസ്മി ചേർത്തിട്ട് അഊദു ബിസ്മി ഓതിയിട്ട് ഒരു ഫാത്തിഹ ഓതുക. അങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ആയത്ത് ഓതുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ ആ ദുആ ചൊല്ലുക. അല്ലാഹുമ്മ ജ്മഅ ബൈനി വ ബൈന ഹാജതി കമാ ജമഅത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലണം. അതിനുശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് ഓതണം. എന്നിട്ടോ ഞാൻ പറയാൻ പോകുന്ന അടുത്ത വേറൊരു ദുആ, ആ ദുആ ഇറക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള പിന്നെ ഓരോ ആയത്തുകൾ ഓതി പൂർത്തിയാക്കുമ്പോഴും വലല്ലാലീൻ വരെ തീരുന്നവരെയും ഓരോ ആയത്തിന് ശേഷവും ഈ ഞാൻ പറയാൻ പോകുന്ന ദുആ അത് ചൊല്ലണം. അതിനുശേഷം ലാസ്റ്റ് ആമീൻ പറഞ്ഞ് ഫാത്തിഹ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ
സ്വന്തമായിട്ട് മലയാളത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ആഗ്രഹങ്ങളും റബ്ബിനോട് ചോദിക്കുക. എന്നാൽ അള്ളാഹു തആല അത് പൂർത്തീകരിച്ച് തരും. അപ്പോൾ ആ രണ്ടാമത്തെ ദുആ പറഞ്ഞുതരാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദുആരൊക്കെ ഏതാണ്? അല്ലാഹുമ്മ സഖിർ ലീ മത്ലൂബി ബിഹഖി സിറിൽ ഫാത്തിഹതി വബിഹഖി ഇസ്സതിക വഅളമതിക വബിഹഖി ജലാലിക വജമാലിക വബിഹഖി അഹ്ലിസ് സമാവാതി വൽ അർള് وبحق جميع الأنبياء والمرسلين صلوات الله تعالى أجمعين والحمد لله رب العالمين. ഇതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദുആ. ഈ ദുആ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഓരോ ആയത്തുകൾ കഴിയുമ്പോഴും ഈ ദുആ ഇറക്കുക. ബാക്കിയുള്ള ഓരോ ആയത്തുകൾ ഓതി കഴിയുമ്പോഴും ഈ ദുആ രണ്ടാം പറഞ്ഞ അല്ലാഹുമ്മ സഖിർ ലീ മത്ലൂബി എന്ന് പറഞ്ഞ ആ ദുആ ചൊല്ലണം. എന്നിട്ട് ലാസ്റ്റ് മലയാളത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടും അല്ലാഹു തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ദുആയൊക്കെ ചിലപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം മുമ്പ് ഞാൻ അതിൻ്റെ എല്ലാ സെറ്റപ്പുള്ള സ്റ്റുഡിയോയിൽ പോയിരുന്നായിരുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പോൾ ആ സ്റ്റുഡിയോയിൽ പോകാനുള്ള ചില അസൗകര്യമുള്ളത് കൊണ്ട് ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന പള്ളിയിലിരുന്ന് തന്നെയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാമറയോ ലാപ്ടോപ്പോ അതിൻ്റെ മൈക്ക് സെറ്റിങ്സോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദിക്റുകളൊക്കെ കാണിക്കാൻ ബുദ്ധിമുട്ട്. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കും, അതിപ്പോൾ ഉറപ്പ് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ദിക്റുകളും ദുആകളും ഒക്കെ അത് ഏതാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിനൊന്നും ആരും വിഷമിക്കേണ്ട. ഞാൻ എത്ര തിരക്കായിരുന്നാലും ആ തിരക്ക് ഒഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാനത് നോക്കി അയച്ചു തരും. നമുക്കതുകൊണ്ട് ക്യാമറയും ലാപ്ടോപ്പൊക്കെ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തത്. അത് പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇത് കേട്ട് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതാണ്. ആ രണ്ടാമത്തെ ദുആ ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സഖിർ ലീ മത്ലൂബി ബിഹഖി സിറിൽ ഫാത്തിഹതി വബിഹഖി ഇസ്സതിക വഅളമതിക വബിഹഖി ജലാലിക വജമാലിക وبحق أهل السماوات والأرض وبحق جميع الأنبياء والمرسلين صلوات الله تعالى أجمعين والحمد لله رب العالمين. ഇതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുതൽ ഓരോ ആയത്തുകൾ ഓതിയതിനു ശേഷവും ചൊല്ലേണ്ട ദുആ. എന്നിട്ട് ലാസ്റ്റ് മലയാളത്തിൽ നമ്മൾ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ഇറക്കുക. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നതാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കുമാറാകട്ടെ. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റുള്ളവരിലേക്ക് കുടുംബ ഗ്രൂപ്പുകളിലുമൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഉറപ്പെടുത്തുകയാണ്. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ദുആ ഇറക്കണം. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം വൈകിട്ട് 7 മണിക്ക് നമ്മുടെ നഈമി വിഷൻ്റെ ജീലാനി മജ്ലിസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും അത് കേൾക്കുകയും അതിൽ പറയുന്ന ദിക്റുകളും സലാത്തുകളും ഒക്കെ അത് കേട്ട് ചൊല്ലുകയും അവസാനം ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.